നമ്മുടെ കുർത്തിയിൽ നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് ഈ ഒരു ക്രോസ് സ്റ്റിച്ചിൻ്റെ ഡിസൈൻ പിങ്കിൻ്റെ കോമ്പിനേഷനാണ് ചെയ്തേക്കുന്നത്. നോർമൽ നെക്ക്, നോർമൽ രീതിയിൽ കട്ടിങ് ഒക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന ഐറ്റം. ലൈനിങ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് സൈസ് ഇട്ടേക്കുന്നത്. ഞാൻ സെയിം സൈസ് ഇട്ട് നോക്കിയായിരുന്നു, അപ്പോൾ കറക്റ്റ് ഫിറ്റാട്ടോ. ഞാൻ നോക്കിയപ്പോൾ കൈ വെക്കാനൊന്നും പറ്റുന്നില്ല, ടൈറ്റാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നെക്സ്റ്റ് സൈസ് ഇട്ടതാണ്. പിന്നെ വേറെ ചുരുങ്ങുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എടുത്തോ. പിന്നെ നോർമലി എടുത്തിട്ട് കുറച്ച് ഷേപ്പ് ചെയ്തൊക്കെ എടുക്കുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു സെയിം തന്നെ എടുത്താൽ മതി. ആ ഒരു സൈസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് മീഡിയം കറക്റ്റായിരുന്നു. പിന്നെ ആ ഒരു ഇവിടം കൊണ്ടൊരു ചെറിയ ടൈറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് സൈസ് ഇട്ടതാണ്. നെക്സ്റ്റ് സൈസ് ഒന്നും ചെയ്യാനില്ല, ഒരു ഇവിടം കൊണ്ട് ശക്കലം ഒരു ലൂസ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടമെങ്കിൽ നെക്സ്റ്റ് സൈസ് തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ലൈനിങ്ങും ഉണ്ട്, ചുരുങ്ങുന്ന പ്രശ്നമില്ല. നല്ല ഫാബ്രിക്കാണ്, സെമി സിൽക്കിൻ്റെ തന്നെ നല്ലൊരു സ്മൂത്ത് ഫിനിഷുള്ള ഫാബ്രിക്ക്. ലൈനിങ്ങും നമ്മുടെ ബട്ടർ ക്രേപ്പാണ്, അതിനും അങ്ങനെ ചുരുങ്ങുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. സൈസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മീഡിയം തൊട്ട് 3XL വരെ എല്ലാ സൈസും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് സൈസ് എടുക്കണം കേട്ടോ. ഏകദേശം ഒരു 47 അടുത്ത് ലെങ്ത് ഉണ്ട് കേട്ടോ. നമ്പർ കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് അയക്കണം. അതായത് നമുക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മീഡിയം വേണ്ടവർ M എന്ന് എഴുതിയേക്കുന്ന ഒരു ഭാഗത്ത് വെച്ചും, അല്ലെങ്കിൽ XL വേണ്ടവർ XL എന്ന് എഴുതിയേക്കുന്ന ഭാഗത്ത് വെച്ചും സ്ക്രീൻഷോട്ട് എടുക്കുക. ഇൻ കേസ് നിങ്ങൾ ലിങ്കിൽ കയറിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ കൊടുത്തേക്കുന്ന ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നിങ്ങളുടെ സൈസ് തന്നെ അല്ലേ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ ബൈനോ കൊടുക്കാവുള്ളൂ. അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാട്ടോ നമ്മൾ റിപ്പീറ്റ് പറയുന്നത്. നമ്പർ AJ 754, റേറ്റ് 690 രൂപയേ ഉള്ളൂ. 690.